എല്ലാവരെയും അനുഗ്രഹിക്കും. യൂലിയോസ് തിരുമേനി ആശംസ അറിയിക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുപക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ ബാഹ്യ കേരള ഭദ്രാസനങ്ങളുടെ സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്നത് കൊണ്ടായിരിക്കാം ബലഹീനനായ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ തന്നത് എന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ എൻ്റെ വന്യ ഗുരുനാഥനും കൂടിയായ അഭിവന്യ ഡോക്ടർ ദിമോത്രിയോസ് തിരുമേനസ് പ്രസംഗിക്കുന്നതിൻ്റെ മുൻപാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. അതും അഭിവന്യ തിരുമേനി ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായത്. സമയക്കുറവായതുകൊണ്ട് അതിലേക്കൊന്നും ഈ സമയത്ത് കടക്കുകയല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കാലികമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ മാത്രം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു പക്ഷേ സ്വന്തം ശക്തി തിരിച്ചറിയാത്ത ഒരു സമൂഹമാണോ മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. സഭാ ചരിത്രത്തിൽ പാശ്ചാത്യ അന്ത്യോക്യൻ സഭയുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ തഴച്ചു വളർന്നിട്ടുള്ള AD 34 മുതലെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അബ്ഗാർ രാജാവിൻ്റെ പ്രത്യേക പരിലാളനയിൽ ആരംഭിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ ആരംഭിച്ച കിഴക്കൻ സഭകൾ. ആ കിഴക്കൻ സഭകളിൽ ഇന്ന് ഏറ്റവും ശക്തമായിട്ട് വളരുന്ന ഒരു സഭയാണ് മലങ്കര സഭ. കിഴക്കൻ സഭകളുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം, അത് ഇന്ന് അതിനെ സൂക്ഷിക്കുവാനുള്ളതായ വലിയ ധർമ്മം ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്ന പിതാവാണ് മലങ്കര മെത്രാപ്പോലീത്ത പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുണ്ട്. ഈ തിരിച്ചറിവ് വേണ്ടതുപോലെ ഇന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. ചരിത്രം വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് അറിയാം, അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും എന്ന് പറയുമ്പോൾ അന്ത്യോക്യയുടെ കിഴക്ക് റോമാ സാമ്രാജ്യത്തിന് അകത്ത് ഉള്ള സ്ഥലങ്ങൾ, അത് അധികമൊന്നുമില്ല. അന്ത്യോക്യ കഴിഞ്ഞാൽ പിന്നെ റോമാ സാമ്രാജ്യത്തിൽ കുറച്ച് സ്ഥലങ്ങൾ കൂടെ, കുറച്ച് പ്രാദേശിക സ്ഥലങ്ങൾ കൂടെ കിഴക്ക് ഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ അധ്യക്ഷ പദവിയാണ് പാശ്ചാത്യ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായ്ക്കുള്ളത്. അതിനപ്പുറത്ത് വിശാലമായി കിടക്കുന്ന എഡേസ മുതൽ ആരംഭിച്ച് ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി ഭാരതത്തിലെത്തി ശ്രീലങ്കയിലും ഒക്കെ മുന്നോട്ട് കിഴക്കൻ രാജ്യങ്ങളിലേക്കെല്ലാം കിടക്കുന്നതായ ഭൂപ്രദേശമുണ്ട്. അവിടെ ചുരുങ്ങിയത് 40 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു പരിശുദ്ധ പിതാവ് അവനോടൊപ്പം മരിക്കേണ്ടതിന് നാമും പോക എന്ന് കൽപ്പിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ. ആ പാരമ്പര്യത്തിലുള്ള സഭകളുടെ ആസ്ഥാനമാണ് ആദ്യം തിക്രീസിലും പിന്നീട് മലങ്കരയിലുമൊക്കെ ഉണ്ടായത്. ഈ ഒരു തിരിച്ചറിവ്, അതിൻ്റെ ഇടയ്ക്ക് ഉള്ള അന്ത്യോക്യ സഭയിൽ നിന്ന് കുടിയേറിപ്പാർത്തവർക്ക് വേണ്ടി പിന്നീട് ഒരു മപ്രിയാനായിട്ടുണ്ടായി. അതും തിക്രീസിൽ നിന്നുണ്ടായ കിഴക്കിൻ്റെ സഭയും തമ്മിലുള്ളതായ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായി. എന്നാൽ ഇന്ന് ചരിത്രം വളരെ വ്യക്തമാണ്, സുവധിതമാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്താണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടുന്നത് ഇന്നിൻ്റെ ആവശ്യമാണ്. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായും പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്കായും സമന്മാരാണ്. അതിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായ്ക്ക് സമന്മാരിൽ മുമ്പനെന്ന സ്ഥാനം ഒരുപക്ഷെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സഭകളുടെ പൊതുധാരണയിൽ പത്രോസിന് നൽകുന്ന മുമ്പൻ സ്ഥാനം എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്തിനിതിവിടെ പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, വൈദിക സംഘം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെക്കൂടെ വ്യക്തമായി വൈദികർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
അതുകൊണ്ട് ഈ ഒരു വിളി ഉയരേണ്ടിയിരിക്കുന്നു. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഈ സഭ ഒരു ദേശീയ സഭയാണ്. ഒരു ദേശീയ സഭയുടെ എല്ലാ അന്തസ്സും ആഭിജാത്യവും എല്ലാ അംഗീകാരവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അനുദിനം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നുകയുണ്ടായി. ഈ ദേശീയ ബോധം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുവാനായിട്ട് പാടില്ല. ഈ അടുത്ത ഇടയ്ക്ക് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ സന്ദർശിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അവരുടെ ദേവാലയങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ വസ്ത്രവിധാനങ്ങൾ, ഇതിലൊക്കെ തന്നെയും എത്യോപ്യയുടെ നാഷണൽ ഫ്ലാഗ് വരെയുണ്ട്. അതൊരു ദേശീയ സഭയാണ്, ആ രാഷ്ട്രത്തിൻ്റെ സഭയാണ്. അത്തരത്തിലൊന്ന് ഉയർന്ന് ചിന്തിക്കുവാനും ഉള്ള ഒരു അവസരം നിർബന്ധമായിട്ടും നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. നമ്മളതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുമാത്രം അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തനീയമാണ്. ഏറെ അഭിമാനത്തോടുകൂടി അഭിനന്ദനായ തോമസ് മാർ അത്താനാസ്യൂസ് പിതാവിനെയും കൂടി ചേർത്തുകൊണ്ട് ഞാനൊരു വാക്ക് പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പുതിയ മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരമേറ്റപ്പോൾ അതിൽ ക്ഷണിതാക്കളായിട്ട് പങ്കെടുക്കുവാൻ മലങ്കര സഭയിലെ 2 പിതാക്കന്മാർക്ക് സാധിച്ചു. പരിശുദ്ധ ഭാവാതിരുമേനിയെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. തിരുമനസ്സുകൊണ്ട് പോകില്ല, മറിച്ച് അഭിനന്ദനായ അത്താനാസ്യൂസ് തിരുമേനിയും ബലഹീനായ എന്നെയും അതിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജേക്കബ് മാത്യു ജോജോയും അവിടെ സന്നിഹിതനായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ തിരക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മലങ്കര സഭയെ അറിയാവുന്ന ദേശീയ സഭ എന്നുള്ള രീതിയിൽ അതിനെ കണക്കാക്കുന്ന ഒരു നേതൃ ശൃംഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ വേണ്ടുന്നത് പോലെ കാണുവാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് കഴിയേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മിൽ വരേണ്ടിയിരിക്കുന്നു. 3 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ഈ വൈദിക സമ്മേളനം, ഇതിൽ വെറുതെ ഒന്ന് പങ്കെടുത്ത് തിരികെ പോകാം എന്നുള്ളതല്ല, മറിച്ച് ആഴമായ ചർച്ചകൾ, വിശകലനങ്ങൾ, അത് ജീവിത ശൈലിയെക്കുറിച്ചും ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ നടക്കുവാനും അത് എത്തേണ്ടിടത്ത് എത്തിക്കുവാനുമുള്ള ഇച്ഛാശക്തി പൗരോഹിത്യ വൃന്ദം എന്ന് പറയുമ്പോൾ അതിലിതെല്ലാം പെടുന്നതാണ്, വൈദിക ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് മറ്റെല്ലാ സ്ഥാനികളും, പൗരോഹിത്യ സ്ഥാനികളും. അതുകൊണ്ട് അത് കൂട്ടായി ചിന്തിക്കുവാൻ, പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു വാക്കിൽ മിസ്റ്റർ ബെന്യാമിൻ അവരുകളെ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രത്യേകിച്ച് മെത്രാപ്പോലീത്ത സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ വായിക്കാറില്ല എന്നൊക്കെ പറയുന്നത് അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ 2 നോവലുകളെങ്കിലും കുറെയെങ്കിലുമൊക്കെ വായിക്കുവാൻ, ആടുജീവിതവും അക്കപ്പോരിൻ്റെ 20 വർഷങ്ങളും, മനുഷ്യസ്പർശിയായ ജീവസ്പർശിയായ അനേക സന്ദേശങ്ങൾ അതിൽ നൽകുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇതിന് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സഭയുടെ മക്കൾ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഇതുപോലുള്ള സദസ്സുകളിൽ ആദരിക്കുവാനായിട്ട് കാണിച്ചതായ ആ വലിയ മനസ്സ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് നല്ല ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു. നീ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാക്കിൽ അഹമ്മദാബാദിൽ നടക്കുന്ന ബൈനിയൽ കോൺഫറൻസിലേക്ക്, അത് ബാഹ്യ കേരള ഭദ്രാസന വൈദികരുടെ ഒരു സമ്മേളനമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ കേരളത്തിലുള്ള വൈദികർക്കും തീർച്ചയായിട്ടും സ്വാഗതമുണ്ട്. ബാഹ്യ കേരളത്തിൽ നിന്നുള്ള വൈദികരും കോറപ്പിസ്കോപ്പന്മാരും ഒക്കെ ഇവിടെ മുമ്പിൽ ഉണ്ട്. അവരെ ഇവിടെയും കാണുന്നത് ഏറെ സന്തോഷമാണ്. അതുകൊണ്ട് കഴിവുള്ള എല്ലാവരും
അവിടെ വന്ന് പങ്കെടുക്കണം. ഒരു പക്ഷേ സാധ്യമായാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കത്തക്ക ഒരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഇല്ല എങ്കിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമതി ആനന്ദി ബെൻ എങ്കിലും അവിടെ എത്തുവാനുള്ള ക്രമീകരണം ചെയ്യുവാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ ദേശീയ ബോധത്തോട് ചേർന്ന് നിന്ന് മലങ്കര സഭയെ ആദരിക്കുന്ന, മലങ്കര സഭയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കൈത്താങ്ങലുകളും തരുന്ന, നമ്മെ അറിയാമെന്ന് പറയുന്ന വ്യക്തികളാണ് ഭരണരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഒരാഴ്ച പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ഉപവാസം അനുഷ്ഠിച്ചിട്ടും ഏത് ബാവ എന്ത് ബാവ എന്നുള്ള നയം അല്ല, മറിച്ച് നമ്മെ അറിയുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരുപാട് ആശങ്കകളുടെ ആവശ്യമില്ല, അമിത പ്രതീക്ഷകളും നമുക്ക് ആവശ്യമില്ല. ശ്രീ മോദിജിക്ക് ഞാൻ അയച്ച സന്ദേശത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഹിറ്റ്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൽ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ കേവലം 13 വർഷം കൊണ്ട് ലോകം ഏറ്റവും ദ്വേഷിക്കുന്ന കുപ്രസിദ്ധനായ ഒരു നേതാവായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ മറുപടി സന്ദേശത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യം ഇല്ല എന്ന് ബിഷപ്പിനെ അറിയാമല്ലോ എന്ന് മറുപടി തന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകാം. ദൈവമാണ് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നാം ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ട് അത് വ്യക്തി ജീവിതത്തിലേക്ക് വളർത്തി അത് അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ജീവിത ശൈലി രൂപമാക്കുവാൻ ഈ സഭയിലെ ഞാൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേണികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.